ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ നമ്മൾ ഡയബറ്റിസ് എന്താണെന്നും ഡയബറ്റിസ് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്താണെന്നും കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ ചിന്താവിഷയത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡയബറ്റിസ് വരുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഹൈ ഫൈബർ കണ്ടൻറ്റ് ആൻഡ് പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്താണ് ഈ ഹൈ ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നതിൻ്റെ സവിശേഷത എന്ന്. അതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡൈജഷനെ സ്ലോ ചെയ്ത് നമ്മുടെ ഷുഗർ സ്പൈക്സ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിൽ ബ്രോക്കോളി ഷുഗറിനെ കൺട്രോൾ ചെയ്യിക്കുന്നതിന് പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു വെജിറ്റബിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രോക്കോളി സ്പ്രൗട്ട്സ്, അത് എങ്ങനെയാണെങ്കിൽ അതിൽ സൾഫറാഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു കണ്ടൻ്റ് ഉണ്ട്. അത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷനെ, ലിവറിൽ നിന്നുള്ള ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യിക്കുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് അവോക്കാഡോ. അവോക്കാഡോയിലെ ഹൈ ആയിട്ട് ഹെൽത്തി മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്, ഫൈബറും ഉണ്ട് ധാരാളമായിട്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റീനെ ഇംപ്രൂവ് ചെയ്യിക്കുന്നു ആൻഡ് സ്ലോ ദി അബ്സോർപ്ഷൻ ഓഫ് ഷുഗർ. ബീൻസ് ആൻഡ് ലെൻറ്റിൽസ് ആണ് നമ്മൾ അടുത്തതായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത് പ്രധാനപ്പെട്ട ഐറ്റംസുകളിലൊന്നാണ് ഈ ബീൻസ് ആൻഡ് ലെൻറ്റിൽസ് എന്ന് പറയുന്നത്. ഇതിൽ ഹൈ ആയിട്ട് മഗ്നീഷ്യം ഉണ്ട്, ഫൈബർ, പ്രോട്ടീൻ കണ്ടൻ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇനി അടുത്ത ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ വാൾനട്ട്സ്, ആൽമണ്ട്സ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ വിച്ച് കണ്ടെയ്ൻസ് ഹൈ ഫൈബർ ആൻഡ് ഹെൽത്തി ഫാറ്റ്സ് ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു റെഡ്യൂസ് ദി ബ്ലഡ് ഷുഗർ ലെവൽ. ഇനി അടുത്തതായി നമ്മുടെ ഭക്ഷണത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഫിഷാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സാൽമോൺ, സാർഡിൻസ്, മാക്രൽ, അതായത് നമ്മുടെ മത്തി, അതുപോലെ അയിലക്കില്ലേ, അതിലൊക്കെ വളരെയധികം ഹൈ ആയിട്ടുള്ള ലെവലിൽ പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിൻ്റെ ഫങ്ഷനെ സപ്പോർട്ട് ചെയ്യിക്കുന്നു. ഇൻസുലിൻ കൂടി കഴിഞ്ഞാൽ മാത്രമാണ്, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ബോഡിയിലുള്ള ഷുഗറിനെ അത് കൺട്രോൾ ചെയ്യിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഭക്ഷണമാണ് ഈ ഫിഷ് ഐറ്റംസ്. പ്ലെയിൻ ഗ്രീക്ക് യോഗർട്ടും അതുപോലെ തന്നെ വളരെ നല്ലതാണ്. അതും നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനെഗറും നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുന്ന മറ്റൊരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഷുഗറുള്ള വ്യക്തികൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന് ബ്രോക്കോളി, സ്പിനാച്ച്, ഓണിയൻ, ടൊമാറ്റോ, അതിലൊക്കെ ഹൈ ആയിട്ട് ഫൈബർ ഉണ്ട്. അത് നമ്മളുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രോക്കോളി സ്പ്രൗട്ട്സ്, പിന്നെ അവോക്കാഡോ, ബീൻസ്, ലെൻറ്റിൽസ്, നട്ട്സ്, സീഡ്സ്, ഫിഷ്, പിന്നെ നമ്മുടെ പ്ലെയിൻ ഗ്രീക്ക് യോഗർട്ട്, ആപ്പിൾ സിഡർ വിനെഗർ, ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗറിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസൊക്കെ നമ്മുടെ ബോഡിയിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. വിച്ച് സ്ലോസ് ദ ഡൈജഷൻ, വിച്ച് മീൻസ് ദ ഹൈ ഫൈബർ കണ്ടൻറ്റ് സ്ലോ ഡൗൺ ദ റിലീസ് ഓഫ് ഷുഗർ ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ഇംപ്രൂവ് ദി ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആൻഡ് വിച്ച് മാനേജ് ദ ലിവർ ഗ്ലൂക്കോസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.